റോജായ പാലക്കാട് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയപ്പോൾ തന്നെ CPI അതിൽ എതിർപ്പുന്നയിച്ചിരുന്നു. അതേ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് ഇപ്പൊ ആ കമ്പനിയുടെ അപേക്ഷ നിരസിച്ചു. ഇത് CPIയുടെ ഒരു പണിയാണോ? ഈ പത്മരാജന്റെ ഒരു പ്രസിദ്ധമായ സിനിമയുണ്ട്, ഒരിടത്തൊരു ഫയൽവാൻ. ഒരു ഗ്രാമത്തിലെ ഒരു ഫയൽവാനെ, പ്രസിദ്ധനായ ഒരു ഫയൽവാനെ വളരെ അപ്രതീക്ഷിതമായിട്ട് വളരെ മെലിഞ്ഞ ഒരു കൊച്ചു ചെറുക്കൻ വന്ന് കുത്തിക്കൊന്നിട്ട് പോകുന്നൊരു കഥയുണ്ട്. ഈ CPIയുടെ ഇപ്പോഴത്തെ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അതാണ് ഓർമ്മയിൽ വരുന്നത്. ഈ CPI ഇത്തരത്തിൽ എങ്ങനെയാണ് പെരുമാറി എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടിയെടുത്തു എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എലപ്പുള്ളിയിലെ ഒയാസിസ് കമ്പനി വാങ്ങിച്ചത് 24 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് 4 ഏക്കർ സ്ഥലം പാടമായിരുന്നു. 2019 ആ പ്രദേശം കൃഷിക്ക് വെള്ളം വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് കൃഷി നിർത്തി വെച്ചിരുന്നതാണ്. അതിനുശേഷമാണ് ഈ ഭൂമിയുടെ വിൽപ്പന നടക്കുകയും 13 പേരിൽ നിന്നാണ് 24 ഏക്കർ സ്ഥലം ഈ കമ്പനി വാങ്ങിച്ചത്. അപ്പോൾ അതിലെ 4 ഏക്കർ ഭൂമിയിൽ ഈ കമ്പനി തീരുമാനിച്ചിരുന്നത് അവിടെ മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ റവന്യൂ വകുപ്പ് അത് കൃഷിസ്ഥലമാണെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഭൂമി തരം മാറ്റാൻ നൽകിയ അപേക്ഷ ഇന്ന് നിരസിച്ചതായിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. CPI എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് അന്വേഷിക്കേണ്ടതായൊരു ഘടകമാണ്. കാരണം CPI ചില എതിർപ്പുകൾ തുടക്കത്തിൽ പറഞ്ഞു എന്നുള്ളതല്ലാതെ പിന്നീട് CPI അതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. ഈ സംഭവം മന്ത്രിസഭാ യോഗത്തിലൊന്നും എതിർപ്പ് പറഞ്ഞില്ല. 4 മന്ത്രിമാര് CPIയുടെ മന്ത്രിമാര് തലകുലുക്കി സംബന്ധിച്ചിട്ട് ഇറങ്ങിപ്പോവുകയെന്നാണ് CPMന്റെ വക്താക്കളൊക്കെ തന്നെ പിന്നീട് പറയുകയൊക്കെ ചെയ്തു തന്നെ. അപ്പോൾ CPM ക്യാബിനറ്റിൽ മിണ്ടാതിരിക്കുകയും പുറത്തു വന്ന് പറയുകയും ചെയ്യുന്നതിനെക്കുറിച്ച് CPMന് ശക്തമായ എതിർപ്പുണ്ട്. സർക്കാരിൻ്റെ നടപടികളെ ഞങ്ങൾ വലിയ തിരുത്തൽ ശക്തിയാണെന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു CPIയുടെ നിലപാടുകളോട് CPM എല്ലാ കാലത്തും എതിർത്ത് പോന്നിട്ടുണ്ട്. എന്ത് വില കൊടുത്തും പ്ലാന്റുമായി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം നിയമസഭയിൽ പറഞ്ഞത്. അത് തന്നെ എക്സൈസ് മന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ CPIയുടെ ഈ ഇത്ര എതിർപ്പുകളോടെ എങ്ങനെയായിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ പെരുമാറാൻ പോകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. 19-ാം തീയതി ഇടതുമുന്നണി യോഗം MN സ്മാരകത്തിൽ, CPIയുടെ ആസ്ഥാനമായ MN സ്മാരകത്തിൽ വെച്ച് കൂടാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ വക വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. RJDയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ LDF യോഗം കൂടുന്നുവെന്നാണ് കേൾക്കുന്നത്. RJD മാത്രമാണ് ഈ തീരുമാനത്തോട് പരസ്യമായി പ്രതികരിക്കുകയും കത്ത് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കത്തില്ലെന്നും RJD പറഞ്ഞിട്ടുണ്ട്. RJD പറഞ്ഞത് ഞങ്ങൾ ഇതിനെ അംഗീകരിക്കാനോ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തു വരാനോ തയ്യാറാവില്ലെന്നാണ്. RJD മാത്രമാണ് അത്ര ഖണ്ഡിതമായിട്ട് ഈ ബ്രൂവറി ഇഷ്യൂവിൽ പറഞ്ഞത്. RJDക്ക് പറയാം, കാരണം RJDയുടെ പ്രതിനിധി മന്ത്രിസഭയിലില്ല, മുന്നണി യോഗത്തിൽ ചർച്ചയും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും. പക്ഷേ എന്നാലും അവർക്ക് CPIയെക്കാട്ടിൽ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളെക്കാട്ടിലും വ്യക്തമായിട്ടും ആർജവത്തോടും കൂടി പറയാനൊരു ധൈര്യം ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. CPI ആണെങ്കിൽ വേണ്ടണം എന്നുള്ള മട്ടിലാണ്, വേണം എന്നാൽ വേണ്ട ഈ മട്ടിലൊക്കെ തന്നെയാണ് CPIയുടെ പല നിലപാട് എപ്പോഴും നമ്മൾ സംശയത്തോടു കൂടി കാണാൻ പറ്റും. CPI പറയുന്ന ആദർശങ്ങളൊന്നും തന്നെ CPI നടപ്പാക്കുന്ന കാര്യത്തിലും CPIക്ക് ഒരു താല്പര്യവുമില്ല. ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചില നമ്പറുകൾ ഇറക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ CPI ഈ ഭരണത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ച് അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. എന്നിട്ട് പറയുന്ന കുറ്റം പറയുന്നു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനം വന്നപ്പോൾ സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യുന്ന എന്താണ്, അവരുടെ ക്യാബിനറ്റ് യോഗം നടക്കുന്നതിന് മുമ്പേ അവരുടെ മന്ത്രിമാർ പാർട്ടി നേതൃത്വമായിട്ട് അജണ്ടയിലുള്ള വിഷയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിക്കാറുണ്ട്. ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ എന്ത് നിർദ്ദേശമാണ് ബിനോയ് വിശ്വം തൻ്റെ മന്ത്രിമാർക്ക് കൊടുത്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ചോദ്യം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മന്ത്രിമാർ ക്യാബിനറ്റിൽ എതിർക്കുമായിരുന്നല്ലോ. ഈ ക്യാബിനറ്റിൽ ഒരു മന്ത്രി എതിർത്തിട്ടില്ലെന്നാണ് CPM നേതാക്കന്മാർ പുറത്ത് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ്, ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇരട്ടത്താപ്പാണ്. ഒരു ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തതിന് ശേഷം അത് അംഗീകരിച്ചതിന് ശേഷം പുറത്തിറങ്ങി വന്ന് അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഒരു നിലപാടില്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് CPMനെ എപ്പോഴും ചൊടിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളിലാണ് CPI എന്ന നിലപാട് സ്വീകരിക്കും, മുഖ്യമന്ത്രി എന്ന നിലപാട് സ്വീകരിക്കും. ക്യാബിനറ്റിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ LDFന്റെ ചെയർമാൻ എന്നുള്ളതിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനകത്ത് പിന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ CPIയുടെ എതിർപ്പുകളെ അംഗീകരിക്കുമോ അതിനനുസരിച്ച് എന്തെങ്കിലും തീരുമാനത്തിൽ മാറ്റമുണ്ട്. തീരുമാനത്തിൽ മാറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അനുമതി പിൻവലിക്കുക, അല്ലെങ്കിൽ ബ്രൂവറി നടപ്പാക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും. അത് സ്വീകരിക്കുമോ? വ്യവസായം വരാൻ വേണ്ടി വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനെ എതിർക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ നാട്ടിൽ ജനങ്ങൾ പറയുന്നത്
കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്, ആ പ്രദേശങ്ങളിൽ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് കൃഷി അവിടെ പലരും ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നത്. കുടിവെള്ള ക്ഷാമം നിലനിൽക്കുന്ന സ്ഥലത്ത് ഇത്രയും വെള്ളം ഏത് മാർഗത്തിലൂടെ ആയാലും, മലമ്പുഴ ഡാമിൽ നിന്നായാലോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി കൊടുക്കുന്നതായാലും എവിടെ നിന്നായാലും വെള്ളം തന്നെയാണ്. അപ്പോൾ അത്രയും വെള്ളത്തിന് എത്ര വെള്ളം വേണമെന്ന് പോലും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതിന് എന്തുമാത്രം ജലം ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ അത് ഇപ്പോഴും ആർക്കും വ്യക്തതയില്ല. അപ്പോൾ ഈ പ്ലാന്റിലേക്ക് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമെന്ന് പറയുന്നു. എത്ര ലക്ഷം ടൺ വെള്ളം, എത്ര ലക്ഷം ലിറ്ററാണ് കൊടുക്കുന്നതെന്നോ അല്ലെ അതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും വന്നിട്ടൊന്നുമില്ല. മഴവെള്ള സംഭരണി കൊണ്ട് എന്തുമാത്രം വെള്ളം ശേഖരിക്കാൻ പറ്റും എന്നുള്ളതിനകത്തൊക്കെ വ്യക്തതയില്ല. കാരണം ധാരാളം മദ്യം യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ധാരാളം വെള്ളം ആവശ്യമുണ്ട്. അവരെ ഉൽപ്പാദിപ്പിക്കുന്നതനുസരിച്ച് തന്നെ വെള്ളം കിട്ടിയില്ല. വെള്ളമാണ് ഇതിൻ്റെ ഒരു അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ വെള്ളമില്ലാതെ എവിടെ നിന്നാണ് മദ്യം ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾ വികസനം നടത്താൻ പോകുന്നത്? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും മതിയായ ഉത്തരം നൽകാൻ സർക്കാരിനോ കമ്പനിക്കോ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം സർക്കാരിൻ്റെ ക്ഷണപ്രകാരമാണ് ഈ കമ്പനി വന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ചില രേഖകൾ പുറത്തു വിട്ടുകൊണ്ട് പറഞ്ഞു. അത് സർക്കാർ നിഷേധിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെ ക്ഷണിച്ചാൽ എന്ത് തെറ്റെന്നാണ്, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് എക്സൈസ് മന്ത്രി ചോദിക്കുന്നത് തന്നെ. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന നൂലാമാലകൾ പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇരുട്ടടി പോലെ CPIയുടെ വകുപ്പ്, റവന്യൂ വകുപ്പ് ഇത് ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ നിരസിച്ചിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇനി ഈ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ അവശേഷിക്കുന്ന പ്രദേശത്ത് ഇതേപോലുള്ള പല പ്രശ്നങ്ങൾ ഇനിയും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്നലെ പ്രതിപക്ഷം പറഞ്ഞൊരു ഇതുണ്ട്. കേരളയിൽ വന്ന സമയത്ത് മഞ്ഞക്കുറ്റികൾ എടുത്തെറിഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കിഫ്ബിയുടെ ടോൾ ബൂത്തുകൾ പൂട്ടിക്കും, അതേപോലെ തന്നെ ഈ പ്ലാന്റും പൂട്ടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഇത്തരത്തിൽ ജനങ്ങളുടെ ഒരു എതിർപ്പ് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരം പദ്ധതികൾ എങ്ങനെ കൊണ്ടുവരുമെന്നുള്ളത് വളരെ നിർണായകമായൊരു ചോദ്യമാണ്. അപ്പോൾ സർക്കാർ എന്ത് സമീപനമാണ് 19-ാം തീയതി സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പിണറായി വിജയനാണ് സത്യം പറഞ്ഞാൽ അതിനകത്തൊരു നിലപാട് പറയേണ്ട ഏക വ്യക്തി. അദ്ദേഹമാണ് ഈ മുന്നണിയെ നയിക്കുന്നതും അദ്ദേഹമാണ് ഈ ക്യാബിനറ്റിനെ നയിക്കുന്നതും. അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ അതൊരു വ്യക്തമായ തീരുമാനം പറയേണ്ടിയിരിക്കുക. കാരണം ഇനി ക്യാബിനറ്റ് എടുത്ത തീരുമാനത്തിൽ പിന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യുന്നു, കീഴടങ്ങി എന്നുള്ള പ്രതീതി ഉണ്ടാക്കും. മറിച്ചാണെങ്കിൽ തന്നെയാണെങ്കിലും CPIക്ക് മുമ്പിൽ കീഴടങ്ങി എന്ന് പറഞ്ഞാൽ CPMനെ സംബന്ധിച്ചോളം വലിയൊരു കീഴടങ്ങലുമായിരിക്കും. വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയും, കുടിവെള്ളം എന്ത് പറഞ്ഞാലും പാലക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. അവിടെ ഇത്തരം ജലം ഊറ്റുന്ന ഒരു പദ്ധതി വരുന്നതിനോട് എങ്ങനെയായിരിക്കും ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളത് വലിയ നിർണായകം. 1500 പേർക്ക് ജോലി കിട്ടുന്ന പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ജനങ്ങൾ അതിന് കഷ്ടപ്പെടണോ എന്നുള്ള ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. CPIക്ക് ഈ എതിർപ്പുമായിട്ട്, അതായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഈ ഒരു അനുമതി മാത്രമല്ല, ഇനി ഒരുപാട് പേപ്പറുകൾ പാസ്സായി പോകേണ്ടതുണ്ട്. അപ്പൊ അവിടെ എല്ലാം ഇതേ സമീപനം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് അതൊരു വലിയ ബുദ്ധിമുട്ടല്ലേ? ഭരണ പ്രതിസന്ധിക്ക് തന്നെ കാരണമാവില്ല അത്. CPIക്ക് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. കാരണം CPIയുടെ വകുപ്പിൽ നിന്നാണ് ഇതിനകത്ത് നിർണായകമായ പല അനുമതികളും ലഭിക്കേണ്ടത്. അതുപോലെ തന്നെ CPI ഈ കാര്യത്തിൽ CPIയുടെ നിലപാടുകൾ ആത്മാർത്ഥമുള്ളതാണോ ഇല്ലയോ എന്ന് പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ്. ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പലവട്ടം പറഞ്ഞിരിക്കുന്നത് കുടിവെള്ളം വേണ്ട എന്ന് വെച്ചിട്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന്. അപ്പം നിങ്ങൾ പദ്ധതിയെ എതിർക്കുന്നു എന്നുള്ള തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമോ? ഇതുവരെ പോലും CPI പറഞ്ഞിട്ടില്ല, പ്ലാന്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, CPIയുടെ പലപ്പോഴും നിലപാട് ഒരുപാട് ആത്മാർത്ഥത ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ ഒരുതരം തട്ടിപ്പിൻ്റെ മയമുള്ളതാണ്. കാരണം ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നില്ല, ഒന്നുകിൽ പ്ലാന്റ് വേണം അല്ലെങ്കിൽ പ്ലാന്റ് വേണ്ട. ആ കാര്യത്തിൽ ഇതുവരെ CPI ഒരു വ്യക്തമായ ഖണ്ഡിതമായ നിലപാട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയാണ് CPI ഇനിയും ആടിക്കളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് സംഭവം. വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണോ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നുള്ളതും സംശയാസ്പദമാണ്. CPI ആണ് പറയേണ്ടത്, നിങ്ങൾക്ക് ഈ വിഷയത്തിനകത്ത് ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ, പ്ലാന്റ് വേണോ പ്ലാന്റ് വേണ്ടായോ, പ്ലാന്റ് വേണമെങ്കിൽ പ്ലാന്റ് വേണമെന്ന് പറയണം. അല്ലെങ്കിൽ കാരണം അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾ പ്രമേയം പാസ്സാക്കി അയച്ചിരിക്കുകയാണ്, അവിടുത്തെ മണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും CPIയുടെ. അപ്പം അതിനോട് നിങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ ആ നിലപാടിനെ നിങ്ങൾ തള്ളി പറയുകയാണെങ്കിൽ പ്രാദേശിക ഘടകം തീർച്ചയായിട്ടും സംസ്ഥാന ഘടകത്തിനെതിരായിട്ട് നിൽക്കും ഒരു വശത്തത്. പിന്നെ ഈ CPMൻ്റെ ഭീഷണിക്ക് മുമ്പിൽ, കണ്ണുരുട്ടലിന് മുമ്പിൽ കീഴടങ്ങിയാൽ അതും CPIയെ സംബന്ധിച്ചോളം ക്ഷീണമാണ്. അപ്പോൾ എന്ത് നിലപാട് CPI സ്വീകരിക്കും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം.